ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇക്കാട് വീട്ടിലാണുള്ളത്. പിന്നെ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇന്നത്തെ വ്ളോഗ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ചെയ്ത് തീർക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്ടിലേക്ക് പോയിട്ടുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. പിന്നെ നിങ്ങൾ കൊമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ കയറി നോക്കിയിട്ട് വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ ഇത് എന്നും എണീക്കണ പോലെ 7:30 7:45 ആകുമ്പോൾ എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേക ആർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടാകും. അതിപ്പോൾ എത്ര ദിവസം പോയി വന്നാലും പുറത്ത് പോയി വന്നാലും എന്തെന്നെ ആയാലും വീട്ടിലേക്ക് പോകണം എന്നൊരു പ്രത്യേക സന്തോഷം കേട്ടോ. ആ വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളത് അതെത്ര ആയാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് വേഗം ഫ്രഷപ്പ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടെന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ പോണാട്ട് മുമ്പ് കുറച്ച് അല്ലറ ചില്ലറ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ അമ്മയും കാക്കയും വന്നിട്ടുണ്ട്. അമ്മയും കാക്ക എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കായിട്ട് പറയട്ടെ, എൻ്റെ മൂത്താപ്പയും മൂത്തുമ്മയും. അപ്പോൾ അവർ വന്നേക്കണേ. അവർ വന്നിട്ടൊരു 4-5 ഡേയ്സ് ആയി. പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ഷൊർണൂർക്ക് വന്നിട്ട് അറൗണ്ട് 20 ഡേയ്സൊക്കെ ആയേക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോവാം, എന്തുകൊണ്ട് നല്ല സമയമാണ്. അപ്പോൾ അവരെ കാണുകയും ചെയ്യാം, കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോവാനുള്ള പ്ലാനാണ്. അപ്പോൾ പോണക്കാട്ടി മുമ്പ് എന്നും എനിക്ക് പോകണമെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരുമ്പാളതൊക്കെ ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ കുളിച്ച ശേഷം മാറ്റിയതും പിന്നെ ഐബൂൻ്റെ ഒക്കെ എന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പോയിട്ട് അതിനെ മുക്കിയൊക്കെ രാവിലെ എന്നും അത് ചെയ്യുക. കാരണം മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി തിരുമ്പാലോ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ തിരുമ്പിയതിൻ്റെ ഉണങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോകണമെന്ന് ഞാൻ വേഗം അതൊക്കെ മടക്കി സെറ്റാക്കി വെക്കും. ഇല്ലെങ്കിൽ അത് വരുന്നവരെ ചിലപ്പോൾ അവിടെ കിടക്കുക അങ്ങനെ മറന്നുപോകും. ഞാൻ ആകെ പെരുന്നാളിൻ്റെ അന്ന് മാത്രം കേട്ടോ ചടപടേന്ന് പോയിട്ടൊന്നും അങ്ങനെ സെറ്റപ്പ് ആക്കാണ്ട് പോയി. പക്ഷേ എനിക്കന്ന് ഭയങ്കര ഇതായിരുന്നു വീട്ടിൽ പോയിട്ട്. അയ്യോ ഒന്നും ചെയ്തില്ല, അത് തിരുമ്പാളതുപോലെ തിരുമ്പിയില്ല, അതുപോലെ പറഞ്ഞ പോലെ ഒന്നും എടുത്ത് വെച്ചില്ല. അങ്ങനെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് വേഗം പിന്നെ ഓടിയപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ തവണ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എല്ലാ വട്ടം പോകുമ്പോൾ ഇതുപോലെ തിരുമ്പാളൊക്കെ തിരുമ്പി മടക്കിയേക്കാളൊക്കെ മടക്കി വെച്ച് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് പോവാറ്. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മൾ എത്ര ദിവസം നിന്നിട്ട് വരിക എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പോണാട്ടുമ്പോൾ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് തീർത്തൊക്കെ സെറ്റപ്പാക്കി പോകുമ്പോഴല്ലേ അതിൻ്റേതായൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഐബൂൻ്റെ ഡ്രസ്സായിട്ട് മെയിനായിട്ട് ഇതുപോലെ ഐബൂനെ ഞാൻ വാഷിംഗ് മെഷീനിലിടല കല്ലുമ്പോൾ തിരുമ്പ് ചെയ്യുക. പിന്നെ ഇൻ്റെതൊക്കെ ഉമ്മ പറഞ്ഞ പോലെ എല്ലാവരും തിരുമ്പുമ്പോൾ അങ്ങനെ തിരുമ്പ് ചെയ്യുക. അപ്പോൾ ഐബൂൻ്റെ ഡ്രസ്സ് ഇതുപോലെ മടക്കിയേക്കാളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇന്നലത്തെ ക്ലിപ്പിംഗ് ആട്ടി. ഇന്നലെ തലേദിവസം ഞാൻ പൂവാളതൊക്കെ ഒതുക്കി കണ്ടിട്ട് അപ്പോൾ ഞാൻ മിക്ക ടൈം വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഡ്രസ്സുകളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. കാരണം ഉമ്മ എന്താ ചെയ്യുക വെച്ചാൽ അത് ഉമ്മ ചെയ്ത് നല്ലൊരു പ്ലാനായിട്ട്. ഉമ്മ എപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് ഡ്രസ്സുകൾ ഐബൂൻ്റെതായാലും ഇൻ്റെതായാലും വീട്ടിലും ഷൊർണൂർ സ്പ്ലിറ്റാക്കി വെച്ചോളാൻ പറയേണ്ടത് എന്നോട്. അതായത് അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കുറേ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഒരു 15 to 16 days 12 to 15 days അങ്ങനെയൊക്കെ നിൽക്കാനേ പോകാറുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ അവിടെ വെക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ഡൗൺ ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് എപ്പോഴും നല്ല കാര്യമായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഞാൻ അല്ലറ ചില്ലറ ഇതുപോലെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, എൻ്റെ ഫേസ് വാഷ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ലെൻസ് കാര്യങ്ങൾ, പിന്നെ കമ്മൽ, അങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സുകൾ മാത്രമാണ് കൊണ്ടുപോകേണ്ടി വരിക. അതുപോലെ തന്നെ ഇന്നേഴ്സ്, ഈ പൈബൂൻ്റെ പമ്പേഴ്സ് ആയാലും ഇതിൻ്റെ ഇന്നർ ഐറ്റംസ്, അതുപോലെ ഈ മൈക്ക, ഇയർഫോണ്, അങ്ങനത്തെ ഒക്കെ നമ്മൾ അന്ന് മാത്രം എടുത്തേക്കേണ്ടി വരും. ബാക്കി ഇതുപോലെ ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ വെക്കണോണ്ട് അത് കൊണ്ടുപോകേണ്ടി വരില്ല. അത് ഉപകാരമായിട്ട്. അപ്പോൾ ഒരു ബാഗായിട്ട് പോയാൽ മതിയല്ലോ. മറ്റേത് കുറേ ബാഗൊക്കെ ആയിട്ട് പോകണ്ടേ. പിന്നെ യൂസ്ഫുൾ കാര്യങ്ങൾ, അതായത് സൺസ്ക്രീൻ, പിന്നെ ഐബൂൻ്റെ മരുന്നുകൾ, അതൊക്കെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ക്യാരി ഡൗൺ ചെയ്യണമല്ലോ. മരുന്നൊക്കെ എപ്പോഴും ആവശ്യമുള്ളതല്ലേ. ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും കൊണ്ടുപോകുക. പിന്നെ അതുപോലെ ഇപ്രാവശ്യം പോകുമ്പോൾ മാത്രം ഞാൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാഗില്ലേ, ഈ ബാഗിൽ ഇതുപോലെ ഇന്നേഴ്സും അതുപോലെ പാമ്പേഴ്സും ഇതുപോലെ മേക്കപ്പ് സാധനങ്ങൾ മാത്രമായിട്ട് എപ്പോഴും കൊണ്ടുപോയി ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അമ്മയും കാക്കയൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വന്നോന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ട്രിപ്പ് പോകാനൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തൊക്കെ പുറത്തേക്കൊക്കെ പോകണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു കവറിൽ, അതായത് പുതിയ ഐബൂൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇൻ്റെതും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാം. കാരണം ട്രിപ്പൊക്കെ പോകുമ്പോൾ പിന്നെ പുതിയ ഡ്രസ്സിൽ ഇവിടെ ആകുമ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് അത് മാത്രം എടുത്തേക്കുന്നുണ്ട്. ബാക്കി ഒന്നും അങ്ങനെ
പഴയതൊന്നും കൊണ്ടുപോകില്ല കേട്ടോ, അതൊക്കെ അവിടെ വെക്കണോണ്ട് ഉപകാരം. അപ്പോൾ ഇൻ്റെ പോലെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കട്ടെ, അത് നല്ലൊരു ഉപകാരമായിട്ടുള്ള കാര്യം. നമ്മളിങ്ങനെ കുറേ അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യും, ഉമ്മ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ അതുപോലെ കുറുക്കും കാര്യങ്ങൾക്ക് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടുകയും ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ പുതിയ ഡ്രസ്സുകൾ ഇൻ്റെതും ഐബൂൻ്റെതും വേഗം ഇതാക്കുകയാണ്, മടക്കി വെച്ചിട്ട് അത് മാത്രം ഒരു കവറിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ബാഗ് ഒരു കവർ മാത്രമല്ലേ ഉള്ളൂ. എപ്പോഴും ഞാൻ ആ ബ്ലാക്ക് ബാഗ് എപ്പോഴും ക്യാരി ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി പാക്ക് ചെയ്ത് വെച്ചാട്ടോ, കാരണം ഇന്ന് രാവിലെ ഞാൻ പോണത്. അപ്പോൾ രാവിലെ പോണ സമയത്ത് ഈ അറിബറേറ്റ് പാക്കിങ് ചെയ്യുമ്പോൾ എങ്ങനെ പോലെ എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പോൾ രാത്രി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, മറക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ എല്ലാതും മുമ്പ് ചെയ്തേക്കുന്നത് ഇഷ്ടം. അറിബറേറ്റ് പെട്ടെന്ന് ചെയ്തിട്ട് മറക്കുന്നതൊക്കെ തീരെ പറ്റില്ല. ഞാൻ തലേദിവസമൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ സെറ്റപ്പാക്കി വെക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ പോകണമെന്ന് രാവിലെ ഞാൻ വേഗം ഐബൂന് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം റൂമിലേക്ക് വന്നേക്കട്ടെ. കണ്ട റൂമിൽ എന്നും ഇതുപോലെ ഒരു അലമ്പുണ്ടാവും. കാരണം രാത്രി ഐബു 2-3 ടോയ്സൊക്കെ നമ്മൾ റൂമിൽ എപ്പോഴും വെക്കാറുണ്ട് ഐബുവിന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടില്ല, അവ എന്നും അലമ്പാക്കിയിടും. അപ്പം എന്നും എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് ഒതുക്കിയേക്കല്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാറില്ല, കാരണം അവ എന്നും വലിച്ചിടും, വീണ്ടും ഉച്ചയ്ക്ക് വന്നാലും ഉറങ്ങാൻ പോകുമ്പോൾ വലിച്ചിടും. അപ്പോൾ എന്തിനാ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എപ്പോൾ വീട്ടിൽ പോകണാട്ടി മുമ്പ് എനിക്ക് എത്ര ഞാൻ ക്ലീനിങ് ഓർഗനൈസിങ് ഒന്നും അത്ര ഇല്ലാത്ത ആളാണെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെ പോയാലും ഇതുപോലെ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടാൻ ഞാൻ ശ്രമിക്കൂട്ടെ. കാരണം നമ്മൾ റൂമിലേക്ക് എപ്പോഴും ആരാ വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വിചാരിക്കൂലേ, എന്തവള് നീറ്റല്ലാണ്ട് ഇട്ട് പോകണമെന്നൊക്കെ വിചാരിക്കൂലേ. എനിക്ക് ഇഷ്ടമല്ല. അന്ന് പെരുന്നാളിന് തന്നെ അന്ന് പോയിട്ട് ഭയങ്കര ഇടങ്ങേറ്, നിൻ്റെ റൂം അത്രയും കച്ചറായിട്ടിട്ടിട്ട് എന്താ വിചാരിക്കാമെന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് നിൽക്ക്. പക്ഷെ അന്ന് മാത്രമാണ് അങ്ങനെ പോയിട്ട്. അല്ലാത്ത സമയത്ത് ഇതുപോലെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ച് അടിയിൽ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒതുക്കി വെച്ച് അങ്ങനെ നീറ്റായിട്ട് ഞാൻ പോവാറ്. തീരെ അങ്ങനെ കച്ചറാക്കി വെക്കാറില്ല. അത് ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഞാൻ അത് ഓർത്ത് വെച്ച് ചെയ്യണ ഒരു കാര്യമായിട്ട് അങ്ങനെ ക്ലീനാക്കി ഓർഗനൈസ് ചെയ്തിട്ട് പോകാറുള്ളൂ. ഇനിയിപ്പോൾ അത് അവരെത്താറായിക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ പോയി അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങണം. അപ്പോൾ അതാ അവരൊക്കെ വന്ന് ഞാൻ പോകാൻ നിൽക്കട്ടെ. ഉമ്മയുടെ കൈബു യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മക്ക് കൊടുത്തിട്ട് പോവുകയാണ്. എപ്പോഴും ഇങ്ങനെ യാത്ര പറഞ്ഞ് ഉമ്മ കൊടുത്താൽ എല്ലാവരും കൂടെ ഉമ്മ കൊടുപ്പിക്കൂട്ടെ അവനെ കൊണ്ട്. എനിക്ക് നല്ല ഇഷ്ടം. പോകുന്ന സമയത്ത് ഉമ്മക്ക് കൊടുത്ത് അങ്ങനെ യാത്ര പറഞ്ഞ് പോകണക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കിടന്നുറങ്ങാൻ പോകുമ്പോഴായാലും ഞാൻ എല്ലാവർക്കും ഉമ്മക്ക് കൊടുത്ത് രാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ പോകട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവം വിചാരിച്ചാൽ ഇന്ന് ഉമ്മയുടെ വീട്ടിലേക്കാണ് ഞാൻ പോണത്. കാരണം ഉമ്മ അവിടെയാണുള്ളത്. അപ്പോൾ ആദ്യം മഞ്ഞത്തി കയറിയിട്ട് അമ്മനെയും കാക്കാനെയും കണ്ടിട്ട് പോവായിച്ച്. കണ്ട കാക്ക അവനെ കണ്ടപ്പോൾ ഓടി വന്ന് വേഗം എടുത്തതാ. ഇപ്പോൾ മുട്ടായി കാക്ക പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഉമ്മയുടെ വീട്ടിൽ പോകും. അതാണ് പ്ലാന്. എന്റെ മൂത്താപ്പ കൊണ്ടെടുത്ത് അപ്പോൾ അവിടെ മൂത്തുമ്മയും മൂത്താപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പോകേണ്ടത് അത് ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ കാക്കാനും അമ്മീനെയും മൂത്താപ്പനെയും മൂത്തുമാനൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ നാജിനെ കണ്ടത് ഉമ്മാനെ കണ്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് വേഗം ചാടി അവിടെ തന്നെ പറയുന്നുണ്ട് ഉമ്മ എന്നൊക്കെ കൊണ്ട് അങ്ങനെ വന്നേക്കിട്ടാ. ഇവിടെ കണ്ടില്ല കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഉമ്മയുടെ കുഞ്ഞുമ്മയും ഉമ്മയുടെ മക്കളും മൂത്തുമ്മയുടെ മക്കളൊക്കെ അവരൊക്കെ എല്ലാവരും വന്നിട്ട് അവർ ഇന്നലെ വന്നിരിക്കുന്നു. അവരിന്ന് പോകും. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അവരൊക്കെ കാണാമല്ലോ, എന്നെ കണ്ടിട്ട് കുറേ അയക്കണവർ. വ്ളോഗിൽ കാണിക്കുന്നത് മേജർ ഫാൻസ് ഉണ്ട്. ഓ അപ്പോൾ അവരൊക്കെ ഉമ്മയുടെ ഭയങ്കര കുഞ്ഞുമ്മയുടെ മക്കളും ഉമ്മയുടെ ഭയങ്കര ഫ്രണ്ട്സായിട്ട്. അപ്പോൾ അവർ ഭയങ്കര ചിരിയും ബഹളവും ഫുള്ള് ഉമ്മയുടെ വീട് ഫുള്ള് അങ്ങോട്ട് നിറഞ്ഞേക്കാണ്. ഇപ്പോൾ ഇത് ഐബുവിൻ്റെ ആളുണ്ട്, അപ്പു എൻ്റെ മാമ്മയുടെ മോന്. അവനായിട്ട് ഊഞ്ഞാലടൊക്കെ ഇട്ട് അവൻ സെറ്റ് ആളാണ്. പിന്നെ ഇതിപ്പോൾ എല്ലാവരും ഏകദേശം ഇവരിന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ ഏകദേശം ഉച്ചയൊക്കെ അയക്കണ് വരുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാന്നുണ്ട്. അവർ ഇന്നലെ ഫോട്ടോ എടുത്തേക്കണം, പക്ഷെ ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പോണക്കാട്ടി മുമ്പ് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കണ്ട. പെൺപടം കണ്ടില്ലേ, ഉമ്മയുടെ മൂത്തുമ്മയുടെ മക്കളും കുഞ്ഞുമ്മയുടെ മക്കളും മരിയക്കളും വേറെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് സെറ്റ് അയക്കുക. നല്ല രസമുണ്ട്. കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട് കുറേ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സംസാരിച്ച് ഐബൂനൊക്കെ എല്ലാവരും കാണിച്ചു കൊടുക്കാൻ പറ്റി. എന്നിട്ട് ഇതാ അവരൊക്കെ ഇറങ്ങട്ടെ. ഏകദേശം അവരെല്ലാവരും പോവാറായിക്കണം. അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പോവട്ടെ. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാനും അങ്ങനെ ഇന്ന് വീട്ടിലേക്ക് തന്നെ പോകും കുറച്ചുകൂടി ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവരൊക്കെ പോയിട്ടതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പൊക്കെ കണ്ടപ്പോൾ ഉണ്ണിയപ്പം ചായ ഒക്കെ എടുത്തിട്ട് അങ്ങനെ മുമ്പിൽ വന്നിരിക്കട്ടെ. ഇപ്പോൾ അവിടെ മാമയുടെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനുള്ള പ്ലാനില്ല, ക്രിക്കറ്റ്. അവനക്കൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാമയുടെ കുട്ടികൾ ഭയങ്കര ഇഷ്ടം. ഫുൾ ആൺകുട്ടികളാണല്ലോ, അവരോട് ക്രിക്കറ്റ് കളിക്കാനുള്ള പ്ലാനാണ്.
പപ്പ മുഖം കഴുകാൻ തീരെ സമ്മതിക്കൂല, പല്ല് വേനുള്ളതുകൊണ്ട്. പോയിക്കൂട്ടാ പോയിക്കൂട്ടാ. പൗറാണ് പൗറാണ്. അവൻ്റെ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ട് ഉമ്മൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. കാരണം ഷാമിയൊക്കെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ പറയുന്നു അവൻ്റെ ആവേശമൊക്കെ കണ്ടിട്ട് പപ്പാടെ പോലെ തന്നെയാണ് പറയുന്നത്. പിന്നെ ആൾക്കാരൊക്കെ കൂടി ഐബുവിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പാട്ടൊക്കെ പാടി ആൾക്കാരിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം അവനിങ്ങനെ ഉമ്മയുടെ വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണിത്. കാരണം നമ്മളവിടെ ഒരു കോമ്പൗണ്ടിൽ 3 വീടായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും വീടിന് മുമ്പിൽ എല്ലാവരും കൂടി കൂടും. ഇതുപോലെ ഇങ്ങനെ വർത്താനമൊക്കെ പറയും. അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം കുട്ടികൾ കളിക്കും. നമ്മളങ്ങോട്ടും അവിടെ ഐബു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. നമ്മളെല്ലാവരും കൂടി ഓരോരുത്തർ ഇങ്ങനെ വർത്താനമൊക്കെ പറയും. എന്നിട്ട് അറൗണ്ട് ഒരു മഗ്‌രിബിൻ്റെ സമയം വരെ എല്ലാവരും കൂടിയിട്ട് സ്പെൻഡ് ചെയ്യും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ വീട്ടിൽ പോയ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമൊക്കെ കേട്ടോ. ഗൾഫിൽ പോയി ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം ഇതാ. ഭയങ്കര രസമല്ല ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വൈകിട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക. പിന്നെ ഐബുവിന് ആജിയുടെ കൂടെ ബൈക്കുമ്പോൾ പോകണം പട്ട് അംഗം വെട്ടിയിട്ട് അങ്ങനെ ബൈക്കുമ്പോൾ പോയി. എന്നിട്ട് പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഇതാ ഇന്നൂനായിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇക്കാണെങ്കിൽ ഷൊർണൂരിനൊക്കെ വരുമ്പോൾ വേഗം വീട്ടിലെത്തണം. ഇങ്ങനെ ഇടയിൽ എവിടേക്കും പോകുന്നത് ഇഷ്ടമല്ല. അപ്പം ഇന്നും ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ആദ്യം ഒരു ഇങ്ങനെ കസക്കായിരുന്നു, വേഗം വീട്ടിലെത്തണമല്ലോ പറഞ്ഞിട്ട്. പിന്നെ അവരൊക്കെ കുറേ കാലമായില്ലേ കണ്ടിട്ട് എന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ പോയതാട്ടോ. എൻ്റെ വീട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ്. വേഗം ഓടി വരുന്ന ഇതിനാണ്. എൻ്റെ കംഫേർട്ടായിട്ടുള്ള പ്ലേസ് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ സോഫയിൽ ഇങ്ങനെ കിടക്കുക, എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ടി വിയിൽ കാണുക. ഇവിടെ അവിടെ നടന്ന് കളിച്ചോളും, ഉമ്മയുടെ അടുത്ത് നിന്നോളും, വലിയ കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും നമുക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും ഓരോ സ്പേസ് നമ്മൾ വീട്ടിലിഷ്ടം. എൻ്റെ വീട്ടിൽ ഏറ്റവും കംഫർട്ട് സ്പേസ് ഇതാട്ടോ. പിന്നെ ഈ സോഫയിൽ ഇങ്ങനെ 24 മണിക്കൂർ ഈ സോഫയിൽ കിടന്ന് ടി വി കണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നിരിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഓടി വരുന്നതെന്ന് പറയണത്. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയി കാണാം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.